രാഹുൽ ദ്രാവിഡ് രാജസ്ഥാൻ റോയൽസിനൊരു തലവേദനയാണോ, സഞ്ജു സാംസണൊരു തലവേദനയാണോ? സോ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ ഓവർ ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും. ആ ഒരു സൂപ്പർ ഓവറിൽ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഏത് പ്ലെയർ ഇറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് രാഹുൽ ദ്രാവിഡാണ്. ചുറ്റി നിന്ന് പ്ലേയേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് സഞ്ജു സാംസൺ അതിൻ്റെ പുറത്തേക്ക് വന്നു. അദ്ദേഹം എന്താ പറയുക, ആ ഒരു ഡിസ്കഷനിൽ പോലും ഇല്ലായിരുന്നു. അദ്ദേഹം പരിക്കായതുകൊണ്ട് കളിക്കളത്തിലും ഇറങ്ങാനില്ല. സോ അതുകൊണ്ട് അദ്ദേഹം മാറിയിരുന്നു. രാഹുൽ ദ്രാവിഡാണ് ഫുൾ കാര്യം പറഞ്ഞു കൊടുക്കുക. രാഹുൽ ദ്രാവിഡ് കളിക്കുന്നില്ല, നിങ്ങൾ ഓർക്കണം. പക്ഷേ രാഹുൽ ദ്രാവിഡാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. സോ എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും രാഹുൽ ദ്രാവിഡിൻ്റെ അണ്ടറിലാണ് നടക്കുന്നത്. സോ അദ്ദേഹമാണ് എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും അത് തന്നെ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്ന സമയത്തും വലിയ അച്ചീവ്മെൻ്റ് ഒന്നും രാജസ്ഥാൻ റോയൽസിന് ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ പൂർണ്ണമായിട്ടും രാജസ്ഥാൻ ഏറ്റെടുത്ത സമയത്താണ്, അത് ക്യാപ്റ്റൻസി എന്ന നിലയിൽ അദ്ദേഹം എനിക്കൊന്ന് മറ്റ് കോച്ചുമാരൊന്നും ഇത്രയധികം ഇൻവോൾവ് ചെയ്യുന്നില്ല പ്ലെയേഴ്സ് സെലക്ഷനിലും മറ്റുള്ള കാര്യങ്ങളിലും. സഞ്ജു സാംസൺ തന്നെയായിരുന്നു ആ ഒരു രീതിയിൽ ക്യാപ്റ്റൻ ചെയ്യുന്നത്. സോ എന്തായാലും രാഹുൽ ദ്രാവിഡ് ഇപ്പോൾ ഓവറായിട്ട് എനിക്ക് തോന്നുന്നു ഇടപെടുന്നുണ്ട് എന്ന് തോന്നുന്നു. സോ അത് വലിയ രീതിയിൽ സഞ്ജു സാംസനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അതിൻ്റെ ക്യാപ്റ്റൻസി അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക.